ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും കണ്ണസ് വ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഫിഷിങ്ങായിട്ട് തന്നെ വന്നേക്കാം കേട്ടോ. അപ്പോൾ അതേ നമ്മൾ തുടങ്ങി. അപ്പോൾ അതേ ഒരു അമ്മൂമ്മ വള്ളത്തിൽ അതിലെ കൂടെ പോകുന്നുണ്ട് തുഴഞ്ഞുകൊണ്ട്. നല്ല അടിപൊളിയായിട്ട് അമ്മൂമ്മ വള്ളം തുഴയുന്നത്. അപ്പോൾ നമുക്ക് ചൂണ്ടയിടാനൊക്കെ വരുമ്പോൾ ഇതേപോലെയുള്ള മനോഹരമായ കാഴ്ചകളൊക്കെ കാണാനൊക്കെ പറ്റും. അപ്പോൾ നമ്മുടെ ചൂണ്ടയിൽ ചെറുതായിട്ട് കൊത്തുന്നുണ്ട് കണ്ടോ. പക്ഷെ നമുക്ക് ആദ്യം കിട്ടിയത് തന്നെ ഒരു പരലാണ്, പൂവാലിപ്പരൽ. നല്ല അടിപൊളി പരലാണ്. ഞാനത് പ്രതീക്ഷിച്ചിരുന്നു. കൊത്ത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പരലാണെന്ന്. നല്ല അടിപൊളി പരൽ. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇഷ്ടം പോലെ പരലുകളുണ്ട് കണ്ടോ. പരലിൻ്റെ ഒരു സംസ്ഥാന സമ്മേളനം തന്നെ നടക്കുക. അപ്പോൾ എന്തായാലും ആദ്യമേ അവൻ തന്നെ കിട്ടുമെന്ന് എനിക്ക് ഭയങ്കര ഉറപ്പായിരുന്നു. അത് വിചാരിച്ച പോലെ തന്നെ പരൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ മീൻ ഒരു അടിപൊളി പരൽ. അപ്പോൾ ഇതാണ് ഞാൻ തീറ്റയായിട്ട് ഉപയോഗിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഉണ്ടമ്പുരിയാണ് ഞാൻ എപ്പോഴും തീറ്റയായിട്ട് ഉപയോഗിക്കുന്നത്. അതാകുമ്പോൾ 10 രൂപ കൊടുത്ത് നമുക്ക് കടയിൽ നിന്ന് മേടിച്ചാൽ മതി. അത് പൊളിച്ചിട്ട് അതിലെ ഉള്ളിൽ ആ മഞ്ഞ നമ്മൾ ഉരുട്ടിയങ്ങ് എടുക്കുക, നേരെ നമ്മുടെ കുളത്തിലോട്ട് കോർക്കുക. ഞാൻ എടുക്കുന്ന കുളത്തെന്ന് വെച്ചാൽ ചെറിയ കുളത്താട്ടോ, അതിലാണ് കരിമീനൊക്കെ പിടിക്കാൻ എളുപ്പം. അപ്പോൾ നമുക്ക് ഇട്ട് നോക്കാം. ഈ ചൂണ്ടയിടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ നല്ല ക്ഷമ വേണം. നല്ല ക്ഷമയുള്ളവർക്ക് മാത്രമേ കരിമീൻ പിടിക്കാൻ പറ്റത്തുള്ളൂ. അത് ഇട്ട് അപ്പം തന്നെ കരിമീൻ കിട്ടുമെന്ന് ആരും വിചാരിക്കണ്ട. ഈ സാധനം ആദ്യം നമ്മൾ ആ പരൽ കൊത്തി കൊളുത്ത് താഴെ ചെല്ലണം തീറ്റ, എന്നാലേ അവന്മാരെടുക്കുള്ളൂ. അവന്മാർ ഭയങ്കര ബുദ്ധിയുള്ള മീനാണ് ഈ കരിമീൻ. അവന്മാർ അത്ര പെട്ടെന്നൊന്നും തീറ്റ എടുക്കത്തില്ല. അപ്പം നമുക്ക് ക്ഷമയോടെ കുറച്ച് നേരം കാത്തിരിക്കാം. പിന്നെ ഈ കപ്പയൊക്കെ ഇട്ടാലും കരിമീൻ കിട്ടും കേട്ടോ. കപ്പയൊക്കെ ഇട്ട് കുറച്ച് കപ്പ അവിടെ വെള്ളത്തിലിട്ട് കൊടുത്താൽ അവിടെ കരിമീൻ കൂടും. അപ്പോൾ നമുക്ക് ചൂണ്ടിട്ട് നൈസായിട്ട് പിടിച്ചെടുക്കാനൊക്കെ പറ്റും. അങ്ങനെ കുറേ ട്രിക്സൊക്കെ ഉണ്ട് ചൂണ്ടയിടുന്നതിൽ. ഇപ്പം നമ്മുടെ ചൂണ്ടയിൽ കൊത്തുന്നുണ്ട്. അത് കരിമീൻ തന്നെയാണ്. നല്ല വലിയ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പം ഞാനാണ് ചൂണ്ട ഇവിടെ താഴെ വെച്ചേക്കുമായിരുന്നു. കുറേ നേരം പിടിച്ചോണ്ടിരുന്നു. യെസ്, ആ പാളിയുള്ള പോക്ക് കണ്ടാൽ അറിയാം അത് കരിമീനാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കരിമീൻ നമുക്ക് അടിച്ചിട്ടുണ്ട്. പക്ഷേ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചൂണ്ട ഒന്ന് ഉടക്കിയിട്ടുണ്ട്, അതുകൊണ്ട് പൊക്കി എടുക്കാൻ പറ്റുന്നില്ല. യെസ്, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ആദ്യത്തെ മീൻ കരിമീൻ. ആദ്യത്തെ അല്ലല്ലോ, രണ്ടാമത്തെ മീനായിരുന്നു. ആദ്യം നമുക്ക് പരലാണ് കിട്ടിയത്. ഇപ്പോൾ പക്ഷേ ഇതേ നമ്മുടെ കരിമീൻ നല്ല അടിപൊളി സാധനം കേട്ടോ. അപ്പോൾ കൊളുത്ത് അവൻ്റെ കയറിയത് എവിടെയാണെന്ന് നോക്കിയാൽ ജസ്റ്റ് മിസ്സാണ്, പൊട്ടിപ്പോയേനെന്ന് തോന്നുന്നു. എന്തായാലും നല്ല അടിപൊളി കരിമീൻ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. എന്നാലേ നമുക്ക് പുതിയ പുതിയ വീഡിയോകൾ ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ അടിപൊളി കരിമീൻ വേണ്ട, കരിമീൻ പിടിക്കാൻ നമുക്ക് ഈ തീറ്റ മാത്രം മതി. അപ്പോൾ ആൾ നല്ല ആക്റ്റീവായിട്ടുള്ള കരിമീനായിരുന്നു കണ്ടോ. നൈസായിട്ട് പണി കിട്ടിയിട്ടു. നമ്മുടെ ഫോണിൽ ചാർജ് കുറവാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ കൂടുതൽ കരിമീൻ പിടിക്കുന്ന വീഡിയോകൾ ആഡ് ചെയ്യുന്നതായിരിക്കും. ഇതിപ്പോൾ എനിക്കിപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ഉടനെ കിട്ടുവാണെങ്കിൽ നമ്മളത് ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ആ വീഡിയോ. അതുകൊണ്ട് കുളത്ത് ഇപ്പം തന്നെ മിസ്സായി പോയേനെ.
അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.